ഒരു ഡേ ഓഫ് കിട്ടിയ എങ്ങനെയാ ഇത്ര കൃത്യമായി അലാം പോലും ഇല്ലാതെ 5 മണിക്ക് എണീക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ദിവസങ്ങൾക്ക് ശേഷം ഉച്ചവരെ ഉറങ്ങണമെന്ന് അതിയായ ആഗ്രഹത്തോടെ തലേന്ന് എത്ര വൈകി കിടന്നാലും എനിക്കിങ്ങനെയാ. എന്നാ പിന്നെ എണീറ്റതല്ലേ, ഒരു കാപ്പിയും കുടിച്ച് ഇൻസ്റ്റഗ്രാമും നോക്കി ഇരിക്കാന്ന് കരുതിയപ്പോൾ മനസ്സിലൊടക്കിയ ഒരു കാര്യം എന്നെ എഴുതാൻ പ്രേരിപ്പിച്ചു. വേറൊന്നുമല്ല, നമ്മളിലെ 10 വയസ്സുകാരനെയോ കാരിയെയോ കാണാനിടയായ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താവുന്ന്. ഒന്നല്ല, ഒരു 100,000 കാര്യം ഉണ്ടാവും എനിക്ക്. ഒന്ന് ഉപദേശിച്ച് നന്നാക്കി എടുക്കാന്ന് കരുതിയാ വളർന്ന് ഇതുപോലെ ആയിപ്പോയില്ലേ. ഇഷ്ടവും ഇഷ്ടക്കേടും ഒക്കെ തിരിച്ചറിവ് ഉണ്ടാവുന്ന പ്രായത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാതിരുന്നിട്ടും മാറ്റണമെന്ന് ആഗ്രഹിച്ചിട്ട് കൂടി കഴിയാതെ പോയ ഒരൊറ്റ കാര്യം എൻ്റെ പേരാ. ഇതിനെ ചൊല്ലി ഞാൻ പലപ്പോഴും അച്ഛയായിട്ട് വഴക്കിട്ടിട്ടുണ്ടെങ്കിലും അച്ഛയ്ക്ക് വിഷമാവണ്ടാന്ന് കരുതി ശ്രീതു എന്നുള്ളൊരു പേരുണ്ടായിട്ടും നിഷ എന്നുള്ള പേര് ഏറ്റുവാങ്ങേണ്ടി വന്ന എന്നെ കാലക്രമേണ ഞാൻ ഉണ്ണിയാർച്ചാന്ന് വിളിക്കുന്നത് എന്നിൽ 10 വയസ്സുകാരിക്ക് അറിഞ്ഞൂടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഉണ്ണിയാർച്ച എന്ന് വിളിക്കാനാണ് ആഗ്രഹിക്കണേ. ഹലോ മിസ് ഉണ്ണിയാർച്ച, ഇറ്റ്സ് മീ, യുവർ ഫ്യൂച്ചർ സെൽഫ്. ഐ നോ, നിന്റെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ പോലല്ല നീ. കുറച്ചേറെ മെച്ചുവേർഡാണ്. മൈൻഡ് മൊത്തം സേവിങ്സ് ഒക്കെ ഉണ്ടാക്കി ലിവിങ് സെറ്റപ്പ് ഒക്കെ മോഡിഫൈ ചെയ്ത് ഫാമിലിയുടെ ബ്രെഡ് വിന്നറായി അവരെയൊക്കെ പൊന്നുപോലെ ലുക്ക് ആഫ്റ്റർ ചെയ്യണം എന്നാണ്. ബട്ട് സി, ഇപ്പോൾ ഈ ഏജിൽ വേണേ എൻജോയ് ചെയ്തോ മോളെ. ഇപ്പോൾ തൊട്ട് ക്യാഷിൻ്റെ പുറകെ ഓടിയാൽ അതിനൊരു അന്ത്യം ഉണ്ടാവില്ല. പൈസ ഇല്ലാത്തതിൻ്റെ പേരിലോ ഒരു മിഡിൽ ക്ലാസ് കൂലിപ്പണിക്കാരായ അച്ഛൻ്റെയും അമ്മയുടെയും മോളായതിൻ്റെ പേരിലോ നിനക്ക് കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. കൂട്ടുകാരുടെ കയ്യിൽ കാണുന്ന പോലത്തെ ബാഗും കൊടയും ചെരുപ്പും ഒന്നും നിനക്ക് ഉണ്ടാവണമെന്നില്ല. ബട്ട് യു ക്യാൻ ഫൈൻഡ് എ വേ ടു ഏൺ യുവർ സെൽഫ്. തൊട്ടടുത്ത് അച്ഛ പണിക്ക് പോണ മരക്കമ്പനിയിൽ ചേച്ചിയുടെയും കൂട്ടുകാരുടെയും ഒക്കെ കൂടെ പോയി പെട്ടിയടിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് നിനക്ക് വേണ്ടതൊക്കെ വാങ്ങിക്ക്. ബട്ട് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്ക്, അധികം വെയിറ്റ് ഒന്നും എടുക്കണ്ട. നീ ഇപ്പോൾ വളരുന്ന പ്രായമല്ലേ, ആവേശമൊക്കെ കാണും, പക്ഷേങ്കിൽ അത് നിനക്ക് ഭാവിയിൽ ദോഷം ചെയ്യും. ഇപ്പോൾ വഴക്ക് പറയുന്ന പോലെ പേരൻസ് ഒന്നും കുറച്ചു കാലം കഴിഞ്ഞാൽ വഴക്ക് പറയില്ല. പെൺകുട്ടികളായതിൻ്റെ പേരിൽ കെട്ടിച്ചു വിടാനുള്ളതാണ് എന്നുള്ള തത്രപ്പാടൊന്നും അവർക്ക് കാലക്രമേണ ഇല്ലാതെയാവും. നിനക്ക് വേണ്ടുവോളം പഠിക്കാം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ നീ വല്ലാണ്ട് ആലോചനയിലാവും. പെൺകുട്ടികൾ ഉണ്ടാവുന്നത് കെട്ടിച്ചു വിടാൻ മാത്രം അങ്ങനെയൊന്നും അല്ലാന്നും. അങ്ങനെ ചിന്തിക്കുന്ന നിന്റെ അച്ഛനെയും അമ്മേനെയും തിരുത്താൻ നീ ഒരു 10 കൊല്ലം കൂടെ കാത്തിരിക്കുക. പെൺകുട്ടികളെ കൊണ്ട് പറ്റാത്തതൊന്നും ഇല്ലാന്നും ആൺമക്കളില്ലാത്തതിൻ്റെ പേരിലുള്ള അവഗണനയൊക്കെ മാറുന്നു നിനക്ക് അവരെ മനസ്സിലാക്കിക്കാൻ പറ്റും. ബട്ട് ഇറ്റ് ടേക്സ് 10 more years. സമ്മർ വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ ചെല്ലുമ്പോൾ ബാക്കി കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ചോദിക്കും എവിടെയൊക്കെ പോയി, എന്തൊക്കെ ചെയ്തു. നിനക്ക് പറയാൻ മരക്കമ്പനിയിൽ പണിക്ക് പോയ കഥ മാത്രമേ ഉള്ളൂ. അത് പുറത്ത് പറയാൻ ഒരു നാണക്കേടും കരുതണ്ട. ബി പ്രൗഡ് യുവർ സെൽഫ്. ആദ്യം കക്കാനും പിടിച്ചു പറിക്കാനും ഒന്നല്ല നീ പോയത്. യു വർക്ക്ഡ് ഹാർഡ്, യു ഡിസേർവ് റെസ്പെക്ട്. അതിൻ്റെ പേരിൽ നിന്നെ ആരും കളിയാക്കുന്ന കരുതണ്ട.